ഹായ്, ഞാൻ മൻസൂർ നെല്ലിക്കോട്. രണ്ട് രാജ്യത്തെ പ്രധാനപ്പെട്ട രണ്ട് ഹൈവേകളാണ് നിങ്ങളീ കാണുന്നത്. റോഡ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിലെ റോഡ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ അത്ര മികച്ച റോഡുകളാണ്. പക്ഷേ നമുക്ക് രണ്ട് സൈഡിലുള്ള പച്ചപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും താഴെയുള്ളത് അതെ ദൈവത്തിൻ്റെ സ്വന്തം നാട്. മുകളിൽ കാണുന്നത് പെട്രോൾ കൊണ്ട് സമ്പന്നമായ സൗദി അറേബ്യയിലെ റിയാദ് മദീന പ്രധാന ഹൈവേൻ്റെ ഭാഗമാണ്. അതായത് ഒരിക്കലും മദീന ഭാഗത്തുനിന്ന് റിയാദിലേക്ക് പോകുന്ന വഴിയിൽ ഞാനെടുത്ത വീഡിയോ ആണ്. താഴെ കാണുന്നത് നമ്മളെ കോഴിക്കോട് നിന്ന് മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വീഡിയോ ആണ്. രണ്ടും തമ്മിൽ സത്യം പറഞ്ഞാൽ രണ്ടിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. രണ്ടും വെച്ചിട്ട് നമ്മൾ പറയുന്നത് അതിമനോഹരമായ എന്താ പറയുക, ഒരു രക്ഷയില്ല, അങ്ങ് ഒഴുകുക. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു സ്ഥലത്ത് എത്തുക എന്നുള്ളത് നമുക്ക് ആവശ്യത്തിനാണ് നമ്മൾ എത്തുന്നത്. അവിടെ പോകുക എന്നുള്ള ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി മാത്രം ജാമും ട്രാഫിക് ബ്ലോക്കും സിഗ്നലിൽ നിന്ന് നമ്മൾ യാത്ര മടുക്കും സത്യം പറഞ്ഞാൽ. എന്നാൽ ഇങ്ങനെയുള്ള അവിടെ എത്തിയാൽ മതി എന്നുള്ള ആൾക്ക്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനല്ല. ഞാൻ മലപ്പുറത്ത് എൻ്റെ ഡെസ്റ്റിനേഷൻ എത്തിയപ്പോൾ ആ യാത്ര അവിടെ അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറയുണ്ടായി. വെറുതെ ഒന്ന് നമ്മൾ തിരുവനന്തപുരത്ത് വരെ പോയി ആ റോഡൊന്ന് കംപ്ലീറ്റ് പണി കഴിഞ്ഞാൽ ആ തിരുവനന്തപുരത്ത് വരെ ഒന്ന് പോയി തിരിച്ച് വരാം. വെറുതെ ഒരു രസത്തിന് അവർ എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി മാത്രം ഒന്ന് തിരുവനന്തപുരത്ത് വരെ പോകാൻ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള അത്ര നല്ല എക്സ്പീരിയൻസ് ആണ് ആ റോഡ് നമുക്ക് നൽകുന്ന. ഒരു രസമുള്ള ഡ്രൈവിംഗ് ആണ്, അങ്ങ് ഒഴുകുക. സത്യം പറഞ്ഞാൽ മനോഹരമാണ്, ഒരു രക്ഷയില്ല. കാണാൻ തന്നെ എന്ത് രസമാണ് ആ പച്ചപ്പിലൂടെ അതിങ്ങനെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡ് കാണുമ്പം തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ തോന്നും. വണ്ടി ഓടിക്കുന്ന ഒരാൾക്കും അത്ര രസമുള്ള റോഡാണ്. ഒരു രക്ഷയില്ല. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരൊക്കെ അഭിനന്ദനം അർഹിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ അഭിനന്ദനം അഭിനന്ദനം നമ്മൾ അവരെ അറിയിക്കുകയാണ്. നല്ലത് ആര് ചെയ്താലും നമ്മൾ നല്ലതെന്ന് പറയണമല്ലോ. ഏതൊരു നാടിൻ്റെയും അടിസ്ഥാന വികസനം തീർച്ചയായിട്ടും റോഡ് തന്നെയാണ്. അപ്പോൾ ഈ റോഡിലൂടെ എങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അത് നിങ്ങളായിട്ടും ഷെയർ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ പറഞ്ഞതാണ്, കാണിച്ച വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.